മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നിന്ന് നാവികസേനാ സംഘം മടങ്ങി. ഗംഗാവലി പുഴയിൽ പരിശോധന ഇന്ന് നടന്നില്ല. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണെന്ന് എം വിജിൻ MLA പറഞ്ഞു. രക്ഷാദൗത്യം തുടരുമെന്ന് പറഞ്ഞ ആരെയും ഇവിടെ കാണാനില്ല. രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് താല്പര്യമില്ലെന്നും എം വിജിൻ MLA ആരോപിച്ചു. നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത്. അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിൽ ഇവിടുത്തെ സംവിധാനങ്ങളിൽ പ്രതീക്ഷയില്ലെന്ന് അർജുന്റെ ബന്ധു ജിതിൻ 24നോട് പറഞ്ഞു. തെരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചെന്നാണ് തോന്നുന്നത്. തെരച്ചിൽ തുടരുമെന്ന വാക്ക് നൽകിയാരും ഇവിടെ ഇല്ലെന്നും ജിതിൻ ആരോപിച്ചു. ഇന്നലെ മുതൽ ഫുൾ സംവിധാനം ഉപയോഗിച്ച് ഇവിടെ നിന്ന ആൾക്കാരൊന്നും ഇന്ന് ആരും കാണുന്നില്ല. ഇന്നലത്തെ ഉറപ്പ് പ്രകാരം കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ആ ഒരു സാഹചര്യം ഇന്ന് ഇതുവരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു സാധ്യത മാത്രം കാണുന്നത് അവരുടെ ടെക്നീഷ്യൻസ് വന്ന ഈ സ്ഥലം വിലയിരുത്തിയതിന് ശേഷം ഒരു പ്രതികരണം പോസിറ്റീവുള്ള ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ വെള്ളം കുറയുന്നത് വരെ ഇവരെ കാത്തിരിക്കാൻ ചാൻസ് ഉണ്ടെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇനി അവർ കഴിഞ്ഞു, അത് ഇനിയില്ല, അവർക്ക് ഇനി ഉണ്ടാകാം, പക്ഷേ അത് കണ്ടെത്താൻ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പൂർണ്ണമായിട്ടും വൈൻഡപ്പ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു JCB മാത്രമേ ഇവിടെ ഇപ്പോൾ ഒരു വർക്ക് നടക്കുന്നു എന്നുള്ളത് പോലെ കാണിക്കുന്നത്. അത് റോഡ് ക്ലിയർ ആക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമുള്ള ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. അർജുൻ ലോറിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു. തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്നും അഞ്ജു 24നോട് പ്രതികരിച്ചു. അവന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഫോൺ എടുക്കാതിരിക്കുള്ളൂ. അല്ലെ നമ്മളൊരു വിളിക്കുക, അല്ലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ അതിനപ്പം റിപ്ലൈ തരും. അവന്റെ വൈഫ് അന്ന് രാവിലെ 7:00 കൂടിയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ തന്നിട്ടില്ല. അവൻ ഉറക്കത്തിലാണെങ്കിൽ മാത്രമേ റിപ്ലൈ തരാതിരിക്കുള്ളൂ. 2 ടിക്കിൽ മാത്രം അവിടെ നിന്നതാണ്. റേഞ്ച് ഉണ്ട്, 2 ടിക്ക് അവൻ സീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവൻ അതിൽ ഉറങ്ങായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നത്. എന്തെങ്കിലും നമുക്കറിയണം. അവിടെ നിന്നാണ് അവനും അവന്റെ ട്രക്കും മിസ്സായത്. അപ്പൊ അവിടുന്ന് എങ്ങോട്ടും പോകാനുള്ള സാധ്യതയില്ല. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ഈ നേവി മടങ്ങിയെന്ന് പറയുമ്പോൾ നേവി വന്നത് കാർവാറിലെ അവരുടെ ബേസിൽ നിന്നാണ്. അവിടേക്ക് പോയി എന്നാണോ, അതോ ഈ പ്രദേശത്ത് നിന്ന് അവർ ക്യാമ്പിലേക്ക് തൽക്കാലം മടങ്ങി കാലാവസ്ഥ അനുകൂലമായാൽ തിരികെ വരും, അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത്? നേവി സ്ഥിരമായി ഷിരൂരിൽ നിന്ന് പോയി എന്നർത്ഥമുണ്ടോ? വിജയകുമാർ, നാവികസേന പൂർണ്ണമായും അടങ്ങിയതല്ല. അതായത് ഇന്ന് അവർ പരിശോധന നടത്തും, അതായത് ഈ പുഴയിലെ അടിയൊഴുക്ക് ഉൾപ്പെടെ പരിശോധിക്കും എന്നായിരുന്നു രാവിലെ ഈ നേവി സംഘം ഇവിടെ എത്തിയ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. പക്ഷേ ഇവർ പുഴയിൽ ഒരു പരിശോധനയും നടത്തിയില്ല. ഒരു 2 മണിക്കൂറിന് ശേഷം അവർ മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ ഒരു വ്യക്തമായ ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ എന്തെങ്കിലും ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കരയിലോ പുഴയിലോ എന്തെങ്കിലും ഒരു തെരച്ചിൽ ഇവിടെ നടക്കുന്നില്ല. ആകെ ഒരു JCB അവിടെ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. മറ്റ് ഡ്യൂട്ടിയിലുള്ള 2-3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സംഭവ സ്ഥലത്തുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആരും തന്നെ അവിടെ ഇല്ല. സ്ഥലത്തെ ജനപ്രതിനിധികൾ എത്തിയിട്ടില്ല, രാവിലെ ഇതുവരെ എത്തിയിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള MLA മാർ മാത്രമാണ് അവിടെ എത്തിച്ചേർന്നത്. മറ്റ് ഒരു സംവിധാനങ്ങളും നിലവിൽ അവിടെയില്ല. NDRFന്റെയും SDRFന്റെയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്നലെ തന്നെ അവർ താൽക്കാലികമായി പിൻവലിച്ചിരുന്നു. താൽക്കാലികമായി ദൗത്യം അവസാനിപ്പിക്കുന്നുവെന്ന് അവർ പറയുമ്പോഴും നമുക്ക് ചില സംശയങ്ങളും ചില ആശങ്കകളും അത് സംബന്ധിച്ചുണ്ട്. അതുതന്നെയാണ് ഈ അർജുൻ്റെ കുടുംബവും ഈ ഇവിടെ എത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും പങ്കുവെക്കുന്നത്. അവർ താൽക്കാലികമായി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പ്രതികരിച്ചത് അവരുടെ ദൗത്യ സംഘങ്ങളൊക്കെ ഇവിടെ തുടരും. അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം എത്തിയാൽ അവർ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നതാണ്. അതിന് കൂടുതൽ ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള തെരച്ചിലിന് അവിടുത്തെ മണ്ണും കല്ലും തൃശ്ശൂരിൽ നിന്നൊരു ഡ്രഡ്ജർ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക സർവകലാശാലയിൽ നിന്നൊക്കെ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവരിപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അവരാരെ കാണും, ആരോട് സംസാരിക്കും, ആരാണ് അതിൻ്റെ ഒരു നോഡൽ ഏജൻസി, നോഡൽ ഓഫീസർ എന്നതിലൊക്കെ ഒരു വ്യക്തതയുണ്ട്. അപ്പോൾ അവർ വരികയാണെങ്കിൽ ഇത് ഈ ഡ്രഡ്ജർ അവിടെ ഇറക്കാൻ കഴിയുമോ എന്നൊക്കെ പരിശോധിച്ച് അതിനൊരു മറുപടി കൊടുക്കേണ്ടതാരായിരിക്കും അവിടെ?
വിജയകുമാർ, നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ്, അതായത് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ സാങ്കേതിക ടെക്നിക്കൽ സംഘം ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ ഡ്രഡ്ജർ പൂർണ്ണമായി ഇവിടെ എത്തിക്കണമെന്നല്ല. ആദ്യം ഈ സാങ്കേതിക സംഘം ഇവിടെ എത്തി പുഴയിൽ ഈ പരിശോധന നടത്തണം. അത് സാധ്യമാവുമെങ്കിൽ മാത്രം ഈ യന്ത്രം ഇങ്ങോട്ട് എത്തിക്കുക. ആ ഒരു നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഉള്ളത്. അവർ വൈകിട്ടോടെ ഇവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് പരിശോധന നടത്താൻ സാധ്യതയില്ല. വൈകിട്ട് രാത്രിയോടെ ആയാൽ പിന്നീട് നാളെ ആയിരിക്കും പരിശോധന. അവരുടെ ഈ അടിയൊഴുക്ക്, ഈ പുഴയുടെ ഒരു ഘടന, ഈ പുഴയിൽ എത്രത്തോളം ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധന നാളെ ആയിരിക്കും നടത്താനുള്ള സാധ്യത. അതിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ യന്ത്രവുമായി ബന്ധപ്പെട്ട ആ കമ്പനിയുടെയൊക്കെ സാങ്കേതിക വിഭാഗം അവരുടെ പ്രതികരണങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അവർ പറയുന്നത് ഒരു 4 നോട്ട് അടിയൊഴുക്ക് ആ ശക്തിയിലൊക്കെയുള്ള പുഴകളിൽ അവർക്കിത് ഈ യന്ത്രം എത്തിച്ച് ഈ മണ്ണ് നീക്കം ചെയ്ത നടപടിയിലേക്ക് കടക്കാൻ കഴിയും, അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്, കാലാവസ്ഥ ഇവിടേക്ക് അനുകൂലമാണെങ്കിലും നിലവിൽ ആ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് 6 നോട്ട് തന്നെ, 6 നോട്ടിന് മുകളിലേക്കാണ് ഇവിടുത്തെ അടിയൊഴുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ പുഴയിലെ മറ്റ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉൾപ്പെടെയുണ്ട്. ഇത് മറികടന്ന് ഈ ഡ്രഡ്ജർ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ നിലവിൽ സാങ്കേതികമായി തന്നെ ഇപ്പോൾ നിലവിൽ വ്യക്തത കുറവുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടത് നിലവിൽ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ സംഘത്തിന്റെ പരിശോധനക്ക് ശേഷമാണ്. എന്തായാലും അവര് അവിടേക്ക് തിരിച്ചിട്ടുണ്ട്, അവരുടൻ എത്തും, വൈകാതെ അവിടെ എത്തും. ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് കരുതാം. നാവികസേന ക്യാമ്പിലേക്ക്, അവരുടെ ക്യാമ്പിലേക്ക് തൽക്കാലത്തേക്ക് മടങ്ങി. അവർക്കൊരു പക്ഷേ അനുകൂല സാഹചര്യം ഉണ്ടായാൽ തിരികെ വരും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.